സ്കൂളിലെ പ്രോഗ്രസ് വർക്കിനും രജിസ്റ്റർ വർക്കിനും ഇടയിൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ചില കുട്ടികളെ ചില പ്രത്യേക കാരണങ്ങളാൽ എല്ലാവരും ഒരുപോലെ ഓർമ്മിക്കും. കുട്ടികളെ കൊണ്ട് തന്നെ ഒരു വോട്ടിംഗ് നടത്തി കുറച്ച് അവാർഡ് നൽകാൻ ഞാൻ തീരുമാനിച്ചു. ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്ത് പ്രിന്റ് എടുത്തു. കറണ്ട് പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ, ആ ഒരു മൂഡ് ഉണ്ടായാൽ പോരെ. അവാർഡിന്റെ കൂടെ ഒരു പാനും ഒരു ചോക്ലേറ്റ് അങ്ങോട്ട് വെച്ച് പിൻ ചെയ്ത് കൊടുക്കാന്ന് വെച്ച്. ആനുവൽ എക്സാമിന്റെ തലേദിവസം പതിവ് പോലെ ഉടുത്തൊരുങ്ങി ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോയി. കുട്ടികളെ കാണാൻ പോലും സാധിക്കാണ്ട് തിരിച്ചു വന്നു. ചിക്കൻ ബോക്സ് എഫക്റ്റഡ്. ചിക്കൻ ബോക്സിന്റെ മൂർധന്യ അവസ്ഥയിലും മനസ്സിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റായിരുന്നു. ക്വാറന്റൈൻ ദിവസങ്ങൾക്ക് ശേഷം തിരികെ സ്കൂളിലേക്ക് പോകുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ആനുവൽ എക്സാമിനാണ്. എല്ലാ കുട്ടികളുടെയും എക്സാം കഴിയാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് ക്ലാസ് ഫോട്ടോയും അവാർഡും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. കുട്ടികൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനും കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ കുട്ടികൾക്കും അതൊരു സന്തോഷം, കുട്ടികളുടെ സന്തോഷം കണ്ട് നമുക്കും ഒരു സന്തോഷം. അങ്ങനെ മൊത്തത്തിൽ സന്തോഷമായ അവരും അത് എൻജോയ് ചെയ്യുന്നു, നമ്മളും അത് എൻജോയ് ചെയ്യുന്നു. ചിലരെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന അവാർഡായിരിക്കും കിട്ടാന്നുള്ളത്. വേണമെങ്കിൽ കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. ചിലർക്കെല്ലാം ഭയങ്കര ഞെട്ടലാണ് അവരുടെ ഫേസിൽ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് അവാർഡ്? ഓ, മിസ് അത് കണ്ടായിരുന്നോ, മിസ് അത് ശ്രദ്ധിച്ചായിരുന്നോ? ആ ഒരു ചിലരുടെ മുഖത്ത് എക്സൈറ്റ്മെൻറ്റ്, ആർക്കൊക്കെ അവാർഡ് കിട്ടും, എനിക്കുണ്ടോ, എനിക്കില്ലേ, അങ്ങനെ. എന്തായാലും എല്ലാവരും ഈ ഒരു പരിപാടിയിൽ ഹാപ്പിയാണ് കേട്ടോ. ലേറ്റായി വന്ന കുട്ടിക്ക് വരെ ഞാൻ ലേറ്റ് കമർ അവാർഡ് കൊടുത്തു. അല്ല പിന്നെ. എൻ്റെ പ്ലാൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു. ഒരു ക്ലാസ് റൂമിൽ വലിയൊരു കോർഡിനേഷനോട് കൂടെ നടത്താനിരുന്ന എൻ്റെ അവാർഡ് ദാന ചടങ്ങാണ് ഇങ്ങനെ ചുരുങ്ങിപ്പോയത്. എന്തായാലും ഞാനും ഹാപ്പിയാണ്, എൻ്റെ കുട്ടികളും ഹാപ്പിയാണ്. എനിക്കത് മതി.